പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബേഷായിരുന്നു. അതിന് ആവശ്യ നേരത്തെ ഐശ്വര്യനെ കാണില്ലല്ലോ. സ്വർണ്ണ ബിസിനസ് ആണെന്നാ വിചാരം. 2 ദിവസമായിട്ടേ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒരു പപ്പടക്കാരൻ ഇത്ര അഹങ്കാരോ? അപ്പൊ ഒരു കോടീശ്വരനായി ഞാനൊക്കെ എങ്ങനെ അഹങ്കരിക്കണം? അത് ഈ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ എന്ത് കാശുകാരനാണെന്ന്. ഓ, ഫാക്ടറി ഇവിടെ അടുത്തന്നെ തുടങ്ങണേ സാറേ. എന്നാലേ എനിക്ക് വല്ലതും മെച്ചം ഉണ്ടാകുള്ളൂ. കുറച്ച് ചായയെങ്കിലും വിറ്റുപോകുമല്ലോ. അതിവിടെ തന്നെ തുടങ്ങും. പക്ഷേ ഒരു പാലുട്ട അങ്ങാടും ഇങ്ങോട്ടൊക്കെ വേണം. പാലം എന്ന് വരും. പാലം ചാർജ് കഴിഞ്ഞാ എനിക്ക് പോയ ഒന്ന് ട്യൂൺ ചെയ്യാൻ സമ്മതിക്കുള്ളൂ വെച്ചാ. എന്നാ കാശ്. ആ, നീ എത്തിയോ? എന്താ എത്തണ്ടേ? 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? അയ്യോ, ഈ മുഖത്തിന് എന്ത് പറ്റി? ഓ, അപ്പൊ വീണ്ടും കല്യാണം മുടക്കിയല്ലേ? എന്താ നീ മിണ്ടാത്തെ? അതെ, അതാ 2 ദിവസം കൊടുത്ത് മാറിയുന്നത്. ഉഴിച്ചിലായിരുന്നു, ഉഴിച്ചില്. നമ്മുടെ കുമാരൻ പൈതന്റെ അവിടെ. അതും ഫ്രീ. ഇവിടെ കല്യാണം മുടക്കിയ ഉഴിച്ചിട്ട് ഫ്രീ ആണല്ലേ? പിന്നെ ഉഴിച്ചിലിന് മുമ്പ് ഒരു 5-6 പേര് കൂടി മർമ്മം നോക്കി കിഴി പിടുത്തോ ധാരെ ഒക്കെ ഫ്രീയാ. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഗ്രാമം. അത് നിങ്ങൾക്കും താമസിയാതെ മനസ്സിലാകും. നീ അറിഞ്ഞോ, ഇവിടെ തുടങ്ങാൻ പോകുന്ന ഫാക്ടറി എന്റെ ചായക്കടെടുത്ത് തുടങ്ങാന്ന് സാർ പറഞ്ഞിരിക്കണേ. അപ്പൊ നിന്റെ പപ്പടത്തിനും എന്റെ ചായക്കും ഒക്കെ ചെലവ് കൂടും. തുടങ്ങിയാ നല്ലതാ. അതല്ല വേറെന്തെങ്കിലും തുടങ്ങാനാണ് പ്ലാനെങ്കിലേ വിവരം അറിയും. വിവരം. നീ ഒന്നും മിണ്ടാതെ. ഈ പട്ടിക്കാട്ടിൽ വേറെ എന്ത് തുടങ്ങാനായിട്ടാ? പിന്നെ പട്ടിക്കാട്. എടാ, ഒരു 5 അഞ്ചെട്ട് പപ്പടത്തിന്റെ കാശ് വേറെ തരാനെന്താ? അതൊക്കെ തരാന്നേ. തന്നാ മതി. 1, 2, 3, 4. എത്രയായി ജാനു? 1550. ഓ, അത്രയേ ഉള്ളൂ. അയ്യോ സാറേ, ബാക്കി ജാനു വെച്ചോളൂ. ഒരു ടിപ്പായിട്ട്. ദൈവമേ, ആ ഫാക്ടറി ഇവിടെ തന്നെ തുടങ്ങിയാ മതിയായിരുന്നു. ഫ്രീ ആയിട്ട് വെച്ചു. എവിടെ പോകണ്ട ഈ പാതിരാക്ക്? ഞാനൊരു വെടിക്ക് ചേരാൻ പോവാ. ഏതമ്പലത്തിൽ? ജാനുഅമ്മ കോവിലില്. ജാനുഅമ്മ കോയിലോ? അങ്ങനെ ഒരു കോയിലിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ പോയപ്പോഴാ ഞാൻ കേട്ടത്. ചായക്കടക്കാരി ജാനുവാ. എന്നാ നീ ഒറ്റക്ക് പോകണ്ട, പേരൂട്ടുണ്ടാവും. ഞാനും വരാം. മിണ്ടാണ്ട് ആ വാടർച്ചക്ക് അവന്മാര് എഴുന്നേറ്റാല് ഭക്തജനങ്ങൾ കൂടും. മിണ്ടാണ്ട് പതുക്കെ. വേലി ചാടി കടക്കാന്ന് വിചാരിച്ച വേലി പോലും ഇല്ല. എടാ രായപ്പ, നമ്മള് മുട്ടി അവള് തുറക്കോ? പിന്നെ മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ അവള് പറഞ്ഞിരിക്കുന്നത്? അത് യേശുദാസ് പറഞ്ഞല്ലേ? പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് മുമ്പ് ഇവള് പറഞ്ഞതാ. ഒരാള് രക്ഷപ്പെട്ടു. എങ്ങനെ? ഇയാൾ ഇവിടെ സ്ഥിരം പുള്ളിയാണെന്ന് തോന്നുന്നു. ഇയാളെ പിടിച്ചിട്ട് 2 കൊടുത്ത് ഭീഷണിപ്പെടുത്തി നമുക്ക് അത് കയറാം. രായപ്പ, ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ നീ ആ റേറ്റ് ചോദിച്ചേക്കണേ. പിടിച്ചോളൂ രായപ്പ. നീ എന്താടാ കോടതിയിൽ നിന്ന് ഇറങ്ങണ തവിളിട്ട് മുഖമൊക്കെ മൂടി? ആഹാ, ഇവനാണ്. നിനക്കെന്താ പണി? ഞാൻ 1 കെട്ട് മുളക് പപ്പടം കൊടുക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ പപ്പടം മേടിക്കാൻ വന്നത്. ഇവിടെ എന്താ വില? ഞാൻ ഹോൾസെയിൽ റേറ്റിനാ കൊടുത്തത്. റീറ്റെയിൽ ആയിട്ട് മതി. എവിടെയെങ്കിലും പോയി കട്ടോട്ടെ. നിങ്ങൾ എന്താ ഓടണില്ലേ? അയ്യാവുള്ള വാത്തോട് ഇടിച്ചു കൊല്ലു.